നമസ്കാരം. ഒരു മഹാകവിയുടെ മനസ്സിനുള്ളിൽ എന്തായിരിക്കും നടക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ മഹാകവി ഭാരതിയുടെ ഭാവനയുടെ ആഴങ്ങളിലേക്ക്, അദ്ദേഹത്തിന്റെ കുയിൽപ്പാട്ട് എന്ന മാന്ത്രിക ലോകത്തേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. പ്രൊഫസർ ഡോക്ടർ ഇരയരാസന്റെ വിശകലനത്തെ കൂട്ടുപിടിച്ച് നമുക്ക് ഈ അത്ഭുത കഥയുടെ ചുരുളഴിക്കാം. കാതൽ കാതൽ കാതൽ, കാതൽ പോയിൻ സാതൽ സാതൽ സാതൽ. അതായത് സ്നേഹം സ്നേഹം സ്നേഹം. സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ മരണം മാത്രം. എന്തുമാത്രം തീവ്രമായ വരികളാണല്ലേ! ഈ വരികളാണ് സത്യം പറഞ്ഞാൽ ഈ കഥയുടെ ആത്മാവ്. ഒരു കുയിലിന്റെ പാട്ടിൽ നിന്നാണ് ഈ അസാധാരണ കഥ തുടങ്ങുന്നത്. നമുക്കാ രംഗം ഒന്ന് മനസ്സിൽ കാണാം. നല്ല ശാന്തമായ ഒരു മാന്തോപ്പ്, അവിടെ നമ്മുടെ നായകനായ കവി ഒരു കുയിലിന്റെ പാട്ടിൽ മുഴുകിയിരിക്കുകയാണ്. ആ പാട്ടിന് തേനിനേക്കാൾ മധുരമുണ്ട്, പക്ഷേ അതിലെവിടെയോ ഒരു സങ്കടം ഒളിഞ്ഞിരിക്കുന്നതുപോലെ. ആ പാട്ടിലെ വിഷാദം കവിക്ക് അങ്ങോട്ട് അവഗണിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആ കുയിലിനോട് ചോദിച്ചു, "എന്റെ പൊന്നേ, 7 ലോകങ്ങളെയും മയക്കുന്ന നിന്റെ ശബ്ദത്തിന് എന്തിനാണ് ഇത്ര ദുഃഖം?" ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് കഥയുടെ യഥാർത്ഥ രഹസ്യങ്ങൾ പുറത്തുവരാൻ തുടങ്ങുന്നത്. അപ്പോൾ കിട്ടിയ മറുപടി കേട്ട് കവി ശരിക്കും ഞെട്ടിപ്പോയി. കുയിൽ പറഞ്ഞു, "എനിക്ക് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഭാഷ അറിയാം. 4 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വാ." അതും പറഞ്ഞ് ആ കുയിൽ അവിടെ നിന്നും മാഞ്ഞുപോയി. ആ 4 ദിവസത്തെ കാത്തിരിപ്പാണ് ഇനി നമ്മുടെ കഥ. അപ്പോ എന്തൊക്കെയാണ് ഈ 4 ദിവസങ്ങളിൽ നടന്നത്? ആദ്യം ആ മനോഹരമായ പാട്ട്, പിന്നെ ഒരു കുരങ്ങന്റെ വരവ്, പിന്നാലെ ഒരു കാള, ഒടുവിൽ ഒരു വലിയ ഏറ്റുമുട്ടലും. ഓരോ ദിവസവും കഴിയുന്തോറും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വിചിത്രമാവുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കവി മനസ്സ് നിറയെ പ്രണയവുമായി ആ മാന്തോപ്പിലേക്ക് ചെന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച, അദ്ദേഹത്തിന് വിശ്വസിക്കാനേ പറ്റിയില്ല. താൻ സ്നേഹിക്കുന്ന അതേ കുയിലിനോട് ഒരു കുരങ്ങൻ പ്രണയാഭ്യർത്ഥന നടത്തുന്നു. "എന്റെ അമൂല്യ നിധിയെ" എന്നൊക്കെ വിളിക്കുന്നു. കവിക്കിത് കണ്ട് തല കറങ്ങിപ്പോയി. ഇത് കണ്ടതും കവിയുടെ നിയന്ത്രണം പോയി. ദേഷ്യം കൊണ്ട് വിറച്ച് വാളെടുത്ത് അവരുടെ നേരെ പാഞ്ഞു ചെന്നു. പക്ഷേ ഒരു നിമിഷം കണ്ണു ചിമ്മി തുറക്കുന്നതിനു മുൻപ് ആ കുരങ്ങനും കുയിലും അവിടുന്ന് അപ്രത്യക്ഷരായി, ഒരു മായാജാലം പോലെ. 3-ാം ദിവസം അതൊക്കെ വെറുമൊരു തോന്നലായിരിക്കും എന്ന കവി സ്വയം സമാധാനിപ്പിച്ച് വീണ്ടും അങ്ങോട്ട് ചെന്നു. പക്ഷേ അന്ന് കണ്ട കാഴ്ച അതിലും വിചിത്രമായിരുന്നു. അതേ കുയിൽ ഇത്തവണ ഒരു കാളയെ നോക്കി പ്രണയഗാനം പാടുകയാണ്. എന്താ പാടുന്നതെന്നോ? "ഓ നന്ദി, നീ സ്ത്രീകളുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തമാണല്ലോ" എന്ന്. ഇത് കേട്ടതും കവിയുടെ സർവ്വ നിയന്ത്രണവും പോയി. ഇന്നലെ കുരങ്ങൻ, ഇന്ന് കാള. തന്റെ പ്രണയിനി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. കവി വീണ്ടും വാളുമായി അവരുടെ അടുത്തേക്ക് കുതിച്ചു. അപ്പോഴും അതുതന്നെ സംഭവിച്ചു. ആ കാഴ്ച ഒരു പുക പോലെ മാഞ്ഞുപോയി. ഇത്തവണ കവി ശരിക്കും തകർന്നുപോയി. എന്താണ് സത്യം, എന്താണ് ഈ മായ? ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലായി അദ്ദേഹം. അങ്ങനെ നിർണായകമായ 4-ാം ദിവസം എത്തി. അന്നും കവിയെ വിളിച്ചുണർത്തിയത് ആ കുയിലിന്റെ പാട്ട് തന്നെ. ഒരവസാന പ്രതീക്ഷയിൽ കവി ആ ശബ്ദം തേടി മാന്തോപ്പിലെത്തി. പക്ഷേ ഇത്തവണ അവിടെ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. ഒടുവിൽ അദ്ദേഹം ആ കുയിലിനെ കണ്ടു. ഇത്രയും ദിവസം ഉള്ളിലടക്കിവെച്ച ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ചങ്ങ് പൊട്ടിത്തെറിച്ചു. "കുരങ്ങന്റെയും കാളയുടെയും പാട്ട് കേൾപ്പിക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്?" എന്നലറിക്കൊണ്ട് അതിനെ വെട്ടാനായി വാളോങ്ങി. പക്ഷേ ആ വാൾ താഴുന്നതിന് തൊട്ടുമുൻപ് കഥ അപ്പാടെ മാറിമറിഞ്ഞു. ആ കുയിൽ മനുഷ്യശബ്ദത്തിൽ അലറി, "നിൽക്കൂ, എന്റെ കഥയൊന്ന് കേൾക്കൂ." അപ്പോഴാണ് കവിക്ക് മനസ്സിലായത്, അതൊരു സാധാരണ പക്ഷിയല്ല, ശാപം കെട്ടിയ ചിന്നക്കുയിലി എന്നൊരു രാജകുമാരിയാണെന്ന്. എന്നിട്ട് ആ കുയിൽ തന്റെ ദുരന്തകഥ പറയാൻ തുടങ്ങി. അവൾ ഒരു ചേര രാജകുമാരിയായിരുന്നു. ഒരു ചേര രാജകുമാരനുമായി പ്രണയത്തിലായി. പക്ഷെ അസൂയ കാരണം അവളെ സ്നേഹിച്ചിരുന്ന മാടൻ, കുരങ്ങൻ എന്നീ 2 പേർ ചേർന്ന് ആ രാജകുമാരനെ കൊന്നുകളഞ്ഞു. മരിക്കുന്നതിനു മുൻപ് രാജകുമാരൻ അവരെയും കൊന്നു. എന്നാൽ പ്രേതങ്ങളായി മാറിയ ആ ദുഷ്ടന്മാർ അവളെ ശപിച്ച് ഒരു കുയിലാക്കി മാറ്റി. അപ്പോ കവി കണ്ട ആ കുരങ്ങനും കാളയും ആരാണെന്ന് മനസ്സിലായോ? ആ പഴയ കാമുകന്മാരുടെ പുനർജന്മങ്ങളായിരുന്നു അവർ. കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അതല്ല. കുയിൽ അവസാനം ആ സത്യം വെളിപ്പെടുത്തി. നിങ്ങൾ എന്റെ ആ കൊല്ലപ്പെട്ട കാമുകന്റെ പുനർജന്മമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ജന്മങ്ങൾക്കിപ്പുറം അവർ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ആ കഥ പറഞ്ഞു തീർന്നതും ആ കുയിൽ തളർന്ന് കവിയുടെ കൈകളിലേക്ക് വീണു. അദ്ദേഹം സ്നേഹത്തോടെ അതിനെ ഒന്ന് ഉമ്മ വെച്ചു. ആ ഒരൊറ്റ ചുംബനത്തിൽ ശാപമോക്ഷം കിട്ടി. ആ പക്ഷി സുന്ദരിയായ ചിന്നക്കുയിലെന്ന് രാജകുമാരിയായി മാറി.
അപ്പൊ കഥ ശുഭമായി അവസാനിച്ചു അല്ലേ? പ്രണയം വിജയിച്ചു. പക്ഷേ ഒരു നിമിഷം, ഒരു കവിയുടെ ഭാവന അല്ലെങ്കിൽ സ്വപ്നം യാഥാർത്ഥ്യത്തെക്കാൾ വലുതായാൽ എന്ത് സംഭവിക്കും? ആ രാജകുമാരിയുടെ സൗന്ദര്യം കണ്ട് കവി ബോധം കെട്ടുവീണു. പക്ഷെ കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം അവിടെ മാന്ത്രികമായ മാന്തോപ്പില്ല, സുന്ദരിയായ രാജകുമാരിയില്ല. പകരം തന്റെ സ്വന്തം മുറിയുടെ തറയിൽ കിടക്കുകയാണ്. ചുറ്റും കുറേ പുസ്തകങ്ങളും പേപ്പറുകളും. സത്യത്തിൽ ഉറക്കത്തിൽ കട്ടിലിൽ നിന്ന് താഴെ വീണതായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ കണ്ടതൊക്കെ എന്തായിരുന്നു? ആ പ്രണയം, ആ കുരങ്ങൻ, ആ കാള, ആ രാജകുമാരി, ഇതെല്ലാം കവി കണ്ടൊരു സ്വപ്നമായിരുന്നു. വെറുമൊരു സ്വപ്നമല്ല, ഒരു കാവ്യസ്വപ്നം. ആ ഉറക്കത്തിൽ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് രൂപം കൊണ്ട ഒരു മഹത്തായ കാവ്യമായിരുന്നു കുയിൽപ്പാട്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ഇത് വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നോ? അതോ കവിയുടെ ഏതെങ്കിലും പൂർവ്വജന്മത്തിലെ ഓർമ്മകൾ ഒരു കാവ്യമായി പുറത്തുവന്നതാണോ? ഭാരതി ആ ഉത്തരം നമുക്ക് വിട്ടുതന്നിരിക്കുകയാണ്. ഭാരതിയുടെ കുയിൽപ്പാട്ടിനെക്കുറിച്ചുള്ള ഈ മനോഹരമായ വിശകലനം നമ്മളുമായി പങ്കുവച്ചത് പ്രൊഫസർ ഡോക്ടർ ഇരയരാസനാണ്. ഭാരതിയുടെ ഭാവനാലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.